നിർദ്ദേശങ്ങൾ ടാക്സ് അതോറിറ്റി പുറത്തിറക്കി. ഒക്ടോബർ 1 മുതൽ പുതിയ നിർദ്ദേശങ്ങൾ നിലവിൽ. യുഎഇയിലെ വാറ്റ് സംവിധാനത്തിൽ ഇൻപുട്ട് ടാക്സ് തിരിച്ചെടുക്കുന്ന ബിസിനസുകൾക്ക് നിർണായകമായ മാറ്റങ്ങളാണ് ഫെഡറൽ ടാക്സ് അതോറിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്യുന്നതിന് മുൻപ് സാധനങ്ങളോ സേവനങ്ങളോ നൽകുന്ന സപ്ലയർ യഥാർത്ഥ വ്യക്തിയോ സ്ഥാപനമോ ആണോ, ഇടപാട് യഥാർത്ഥമാണോ, അതിന് വ്യക്തമായ വ്യാപാരപരമായ കാരണങ്ങളുണ്ടോ തുടങ്ങിയ കാരണങ്ങൾ പരിശോധിക്കണമെന്ന് പുതിയ തീരുമാനത്തിൽ പറയുന്നു. സപ്ലയറിന്റെ തിരിച്ചറിയൽ വിവരങ്ങൾ, സ്ഥാപനത്തിന്റെ നിയമപരമായ നില, പ്രവർത്തിക്കുന്ന സ്ഥലം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഇതിനു പുറമെ വാങ്ങിയ സാധനമോ ലഭിച്ച സേവനമോ യഥാർത്ഥ ബിസിനസ് ഇടപാടിന്റെ ഭാഗമാണോ, പേയ്മെന്റ് ഉൾപ്പെടെയുള്ള ഇടപാടിന്റെ സാഹചര്യങ്ങൾ വ്യാപാരപരമായി ന്യായീകരിക്കാനാകുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കണം. ഇത്തരം പരിശോധനകൾ നടത്തിയതിന്റെ രേഖകളും അനുബന്ധ തെളിവുകളും സ്ഥാപനങ്ങൾ സൂക്ഷിക്കണം. ഭാവിയിൽ FTA പരിശോധനകൾ ഉണ്ടാകുമ്പോൾ ഇത്തരം രേഖകൾ പ്രധാനമാകാമെന്ന് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന APT മാനേജ്മെന്റ് കൺസൾട്ടൻസി സ്ഥാപകൻ JN ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നു. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണിത്. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഈ പ്രത്യേകിച്ചും ഈ ഡിസിഷനെ ഉൾക്കൊള്ളാൻ നോക്കണം. നിങ്ങളുടെ സിസ്റ്റംസും എല്ലാം അതിന് കേപ്പബിൾ ആണോ നോക്കുക. നിങ്ങളുടെ പ്രോസസ്സിലോ നിങ്ങളുടെ ഡോക്യുമെന്റേഷനിലോ ഒക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതും നിങ്ങൾ ആലോചിക്കണം. സപ്ലയറുമായി ആദ്യമായി ഇടപാട് നടത്തുമ്പോൾ വെരിഫിക്കേഷൻ നടത്തണം. തുടർച്ചയായി ഇടപാട് നടത്തുന്ന സപ്ലയർ ആണെങ്കിൽ കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ വെരിഫിക്കേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും പരിശോധിക്കണമെന്നും തീരുമാനത്തിൽ പറയുന്നു. അതോടൊപ്പം ലഭിക്കുന്ന ഓരോ ടാക്സബിൾ സപ്ലൈയും തീരുമാനത്തിന്റെ വ്യവസ്ഥകളനുസരിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. സപ്ലയർ വെരിഫിക്കേഷൻ, ഇൻവോയ്സ് പരിശോധന, പർച്ചേസ് ഡോക്യുമെന്റേഷൻ, പേയ്മെന്റ് റെക്കോർഡ്സ്, ഇന്റേണൽ കൺട്രോൾസ് എന്നിവയിലെല്ലാം ബിസിനസുകൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. റിപ്പോർട്ടർ, അബുദാബി.